എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് സെർജിയോ ലൊബേറയ്ക്കും ഒഡീഷ എഫ് സിക്കും. അതായത് സ്വന്തം നാട്ടിലൊരു കളി നടന്നിട്ട് പോലും ആ ഒരു കളിയിലെ 1-2 സ്റ്റേജെങ്കിലും മുന്നോട്ട് കയറാൻ ഒഡീഷ എഫ് സിക്ക് സാധിച്ചില്ല എന്ന് തന്നെ പറയണം. ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്താവുകയാണ്. സോ എന്തായാലും ഒഡീഷയിലെ ആ ഒരു സൂപ്പർ കപ്പിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. കാരണം അവരുടെ ഹോം ടീം എപ്പോഴും ആ ഒരു ടൂർണമെൻറ്റിലുള്ളത്, പ്രത്യേകിച്ചും അവസാനം വരെ ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണ് ആ ഒരു ടൂർണമെൻറ്റ്. ബട്ട് ഓൾറെഡി ഇപ്പോൾ ഒഡീഷ പുറത്തായിരിക്കുകയാണ്. 3 ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് സി അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെർജിയോ ലൊബേറയുടെ കാര്യമാണ്. അതായത് എപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തത് ഇതിൻ്റെ പേര് കേട്ടോ അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് സെർജിയോ ലൊബേറയുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ എന്തായാലും വല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ഒരാളുമായിട്ട് ഇനിയും പേരുമായിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ, ഇതാണ് അവസ്ഥ. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. സോ എന്തായാലും സെർജിയോ ലൊബേറയും സംഘവും മടങ്ങുവാണ്. എന്തായാലും ഒഡീഷയ്ക്ക് വല്ലാത്തൊരു സീസണാണ്. അഹമ്മദ് ജാഹുവിനെ ഇടയ്ക്ക് വെച്ച് നഷ്ടമായി. അദ്ദേഹം എവിടെ പോയി ഒരു കോച്ചൊക്കെ എന്ന് പറയുന്നത് കേൾക്കുന്നു. സോ അങ്ങനെ റോഹിത് കൃഷ്ണ പോലുള്ള താരങ്ങളൊക്കെ നഷ്ടമായി. സോ എന്തായാലും ഒരു ഹെഡ് ബ്രേക്കിംഗ് സീസണോടെ ഒഡീഷയ്ക്ക് ഈ ഒരു സീസൺ അവസാനിച്ചിരിക്കുകയാണ്.